ഓക്കെ. ഹായ്, നമസ്കാരം. പോപ്പുലർ യൂസർ കാറിൻ്റെ ഷോറൂമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യൂസർ വണ്ടികളെക്കുറിച്ചുള്ള ഒരു റിവ്യൂയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഇപ്പോൾ കൊറോണ കാലത്ത് ഒരുപാട് ആൾക്കാർക്ക് സേഫായിട്ട് യാത്ര ചെയ്യാൻ ഒരു ടൂ വീലറിനെക്കാട്ടിലും ഏറ്റവും അനുയോജ്യം കാർ തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ പുതിയ വാഹനങ്ങൾ എടുക്കാൻ ഇപ്പോൾ താല്പര്യമില്ലാത്ത ആളുകൾ നമ്മുടെ ഇടയിലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് നിങ്ങൾ ഈ വീഡിയോ സമർപ്പിക്കുന്നത്. ഇപ്പോൾ പുതിയ ഒരു കാർ വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു 5 കൊല്ലം 6 കൊല്ലം വരെ പഴക്കമുള്ള ഒരു വണ്ടികൾ, ഏറ്റവും നല്ല വണ്ടികൾ വാങ്ങിക്കണം എന്ന് ചിലപ്പോൾ ആഗ്രഹമുണ്ടാകും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ട്രൂവാലി യൂസർ വണ്ടികളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും അനുയോജ്യം ഏതെങ്കിലും ഓതറൈസർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് എടുക്കണം, എന്നാലേ കസ്റ്റമർക്ക് അതിന് അനുസരിച്ചുള്ള ബെനിഫിറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞങ്ങളുടെ അഡ്രസ്സ് പോപ്പുലർ യൂസർ കാർ നിയർ ട്രിനിറ്റി ഹോസ്പിറ്റൽ, പാലക്കാട്. ഇതാണ് ഞങ്ങളുടെ അഡ്രസ്സ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കുറേ വാഹനങ്ങളുണ്ട്. നമുക്ക് അതിനെപ്പറ്റി പറയുന്നതിന് മുന്നായിട്ട് എന്തുകൊണ്ടാണ് ട്രൂവാലി വണ്ടികൾ എന്നുള്ളതിനെക്കുറിച്ചുള്ളതാണ് ഞങ്ങളിനി പറയുന്നത്. യൂസർ വണ്ടികൾ നമുക്ക് എവിടുന്ന് വണ്ടികൾ എടുക്കാം. നമ്മുടെ കൂട്ടുകാരുണ്ടാവും, നമ്മുടെ അടുത്തുള്ള വർക്ക്ഷോപ്പുകളുണ്ടാവും, അല്ലെങ്കിൽ അടുത്തുള്ള ബ്രോക്കേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് എടുക്കുന്നതിനെക്കാട്ടിലും ഗുണം ട്രൂവാല്യൂ സർട്ടിഫൈഡ് ചെയ്ത് വെച്ച വണ്ടികളാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ ഇപ്പോൾ 2013 മുതൽ 2020 വരെയുള്ള വാഹനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ട്രൂവാല്യൂ കാറ്റഗറിയിൽപ്പെടുക. ഏകദേശം 5-7 വർഷം 8 വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾ. അങ്ങനെ എടുക്കുന്ന വാഹനങ്ങൾക്ക് 3 വാഷിങ്ങും നമുക്ക് 6 മാസത്തെ വാറണ്ടിയാണ് പോപ്പുലർ അല്ലെങ്കിൽ ട്രൂവാല്യൂ കസ്റ്റമർക്ക് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ കസ്റ്റമർക്ക് ഷോറൂമിൽ നിന്ന് എടുക്കുന്ന പോലെ തന്നെ ഇവിടുന്ന് കൊണ്ടുപോകാം. ഇപ്പോൾ ഒരു പുതിയ കാർ ബുക്ക് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ആ വണ്ടികൾക്ക് 1 വർഷം വരെ ഫ്രീ സർവീസ് ഉണ്ടാകും അല്ലേ. 1 മാസം അല്ലെങ്കിൽ 1 മാസം 6 മാസം 1 കൊല്ലം ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ സർവീസ് വരുന്നത്. അതേപോലെ നമ്മൾ ഇവിടുന്ന് യൂസർ കാർ എടുക്കുകയാണെങ്കിൽ ഇതേപോലെ 2013 മുതൽ 2020 വരെയുള്ള വാഹനങ്ങൾക്ക് ഏകദേശം 7-8 വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾക്ക് 6 മാസം വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതിൽ 3 സർവീസുമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഒരു കസ്റ്റമർക്ക് പേടിയില്ലാതെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഒരു ബ്രോക്കറിൽ നിന്ന് ആണ് വണ്ടി എടുക്കുന്നത് വെച്ചാൽ അവരുടെ ഷോറൂമിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഷോപ്പിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കഴിയും, പിന്നെ ഒന്നും കസ്റ്റമർക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുപോലെയല്ല നമ്മളെന്ന് പറയുന്നത് ട്രൂവാല്യൂ നമ്മൾ പുതിയ വണ്ടികൾ കൊടുക്കുന്ന പോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ വരുന്ന എക്സ്ചേഞ്ച് വാഹനങ്ങളാണ് ഈ വരുന്ന യൂസർ വണ്ടികൾ. ഇവിടുന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ഈ ഒരു വണ്ടി, ഏത് വണ്ടി എവിടുന്നും എടുക്കാം, പക്ഷേ അതിൻ്റെ RC ബുക്ക് എങ്ങനെ ചെക്ക് ചെയ്യും? ഇപ്പോൾ ട്രൂവാല്യൂയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ RC ബുക്ക് ഒറിജിനലാണോ, അത് എത്ര വർഷം വരെ അതിൻ്റെ ടാക്സ് ഉണ്ട്, ടാക്സ് അടച്ചിരിക്കുന്നത് കറക്റ്റാണോ, അതേപോലെ ഇൻഷുറൻസ് അതിൽ എത്ര വരെയുണ്ട്, ഇൻഷുറൻസ് കറക്റ്റാണോ, ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെക്ക് ചെയ്ത ശേഷമാണ് ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ഒരു കസ്റ്റമർക്ക് വണ്ടി കൊടുക്കുമ്പോൾ അത് കസ്റ്റമറുടെ പേരിലാക്കിയ ശേഷമായിരിക്കും ഞങ്ങൾ കൈമാറുക. അതും കസ്റ്റമർക്കല്ല ഞങ്ങൾ കൊടുക്കുന്നത് കൈമാറാൻ, അതും ഞങ്ങൾ ചെയ്തിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. പിന്നെ നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ 376 ചെക്ക് പോയിന്റ് ഉണ്ട്. ഒരു വാഹനം എന്ന് പറയുമ്പോൾ അതിൻ്റെ എഞ്ചിൻ, ബാക്കിയുള്ള ഘടകങ്ങൾ, അങ്ങനെ ഓരോ കണ്ടീഷനായിട്ട്. അപ്പോൾ ഒരു കസ്റ്റമറാണ് വണ്ടി എടുക്കുന്നെങ്കിൽ ഒരു ബ്രോക്കറെ കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ട് വണ്ടി കാണിച്ചു കൊടുക്കേണ്ടി വരും. കാരണം ഈ വണ്ടിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടോ, ഇവർ പറയുന്നത് ശരിയാണോ എന്നുള്ള കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടി. അപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രൂവാലിയിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ ഇവരാരെയും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഞങ്ങൾ 376 ക്വാളിറ്റി ചെക്ക് ചെയ്ത ശേഷമാണ് ഒരു വണ്ടി, യൂസർ വണ്ടി, ഇവിടെ സെയിൽ ചെയ്യാൻ വെക്കുന്നത്. പിന്നെ ആ വണ്ടികൾക്ക് നമ്മൾ ഫിനാൻസ് കൊടുക്കുന്നുണ്ട്. ഈ 7 വർഷം പഴക്കം വരെയുള്ള വണ്ടികൾക്ക് 2010 മുതൽ 2000 വരെയുള്ള വണ്ടികൾക്ക് 2 വർഷം മുതൽ 5 വർഷം വരെ ഫിനാൻസ് സൗകര്യം ഇവിടെ ലഭ്യമാണ്. പുതിയ വണ്ടി എടുക്കുന്ന പോലെ തന്നെയാണ് ഇത്. മാരുതി ഫിനാൻസ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഫിനാൻസിൻ്റെ ആൾക്കാർ വീട്ടിൽ വന്ന് പേപ്പർ എടുത്ത് ചെയ്യുന്നതായിരിക്കും. നമ്മളെ ടൈപ്പുള്ള ഫിനാൻസുകൾ ഇതാണ്. മാക്മി ഉണ്ട്, മുത്തൂറ്റ് ഉണ്ട്, മഹീന്ദ്ര ഉണ്ട്, ഇൻഡസിൻ്റെ ബാങ്ക് ഉണ്ട്, ചോളമണ്ഡലം ഉണ്ട്. ഇതെല്ലാം മാരുതി ആയിട്ടുള്ള ടൈപ്പിലുള്ള വണ്ടികളാണ്, ഫിനാൻസുകളാണ്. ഇവരെ ഏത് കസ്റ്റമറാണോ ബുക്ക് ചെയ്തത് ആ കസ്റ്റമറെ വീട്ടിൽ പോയി, കസ്റ്റമർ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. വണ്ടി കാണാൻ മാത്രമേ ഒരു കസ്റ്റമർ പോപ്പുലറിലേക്ക് വരേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഫിനാൻസ് കമ്പനിയായി സംസാരിച്ച ശേഷം കസ്റ്റമറെ വീട്ടിൽ പോയിട്ട് പേപ്പർ എടുത്ത് വണ്ടി ഡെലിവറി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വാഹനങ്ങളിലേക്ക് കിടക്കാം. ഇവിടെ ഏതൊക്കെ വണ്ടികളാണ് നിർത്തിയിരിക്കണമെന്ന് നോക്കാം. ഇവിടെ ഈ നിൽക്കുന്ന വണ്ടി അൾട്ടോ LX എന്നുള്ള വണ്ടിയാണ്. 2007 മോഡലാണ് ഈ വാഹനം. ഇതിൻ്റെ കിലോമീറ്റർ ആകെ ഓടിയിരിക്കുന്നത് 1,18,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. പാലക്കാട് വണ്ടിയാണ്, K9 വണ്ടിയാണ്. സിംഗിൾ ഓണർ ആയതുകൊണ്ട് തന്നെ നമുക്ക്
വണ്ടി അധികം ഓടിയിട്ടൊന്നുമില്ല. ക്വാളിറ്റി ഇത്തിരി ഞാൻ പറഞ്ഞ പോലെ ഇത്രയും ചെക്ക് ചെയ്തിട്ടാണ് വണ്ടികൾ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാശ് മുടക്കാനില്ല. കുറച്ച് കാശിൽ ഒരു ബൈക്കിൻ്റെയൊക്കെ ഒരു റേറ്റിൽ വേണം ഒരു വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വണ്ടി നമുക്ക് എടുക്കാൻ പറ്റും. അടുത്ത വാഹനം ഹുണ്ടായ് ഐട്രനാണ്. ഈ വണ്ടി ഹുണ്ടായ് ഐട്രനിലെ കാപ്പ എഞ്ചിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ മോഡൽ വന്നിരിക്കുന്നത് 2009 മോഡൽ വണ്ടിയാണ്. 90,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിരിക്കുന്നത്. 3 ഓണർഷിപ്പാണ് ഇതിലായിരിക്കുന്നത്. ഇനിയിപ്പോൾ മാരുതിയുടെ വണ്ടി വേണ്ട, ഒരു ഹുണ്ടായ് ആണ് നോക്കുന്നത് എങ്കിൽ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാം. അടുത്ത വണ്ടി വന്നിരിക്കുന്നത് വാഗണർ LXi 2018 മോഡൽ വണ്ടിയാണ്. 1,90,000 കിലോമീറ്ററാണ് ഇത് ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് കളർ ഗ്രേ കളറാണ്. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടും ഈ വണ്ടി കടലേക്ക് നോക്കാം. കാരണം AN46 എന്ന് പറയുമ്പോൾ ഗുരുവായൂർ രജിസ്ട്രേഷൻ വാഹനമാണ് ഇത്. അടുത്ത വാഹനം ഇയോൺ 2015 മോഡൽ ഇയോൺ ആണ് വെക്കുന്നത്. ഇയോൺ 2015 ഡിലൈറ്റ് പറഞ്ഞിട്ടുള്ള മോഡലാണ്. സിറ്റി സിൽവർ വാഹനമാണ് ഇത്. 24,000 കിലോമീറ്ററാണ് ഇത് ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടി കുറച്ചുകൂടി കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. AN46 ഗുരുവായൂർ രജിസ്ട്രേഷൻ ആണ് ഇതിന്റെ കിടക്കുന്നത്. അടുത്ത വാഹനം എന്ന് പറയുന്നത് ആൾട്ടോ 800 LXi. ആൾട്ടോ 800 LXi എന്ന് പറയുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ ആണ് ഇതിൽ വരുന്നത്. 39,000 കിലോമീറ്ററാണ് ഇത് ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. അപ്പോൾ 2017 ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് 5 കൊല്ലം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം ലഭ്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിനാൻസിൻ്റെ ആൾക്കാർ നിങ്ങളുടെ വീട്ടിൽ വന്ന് പേപ്പർ എടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തരുന്നതായിരിക്കും. അടുത്ത വാഹനം എന്ന് പറയുന്നത് ആൾട്ടോ LXi 2012 ഇതിൻ്റെ മോഡൽ. ആൾട്ടോ LXi 2012 എന്ന് പറയുമ്പോൾ ഇതിൽ AC പവർ സ്റ്റിയറിംഗ് മാത്രമേ വരുന്നുള്ളൂ. ബാക്കി പവർ വിൻഡോ കാര്യങ്ങളൊന്നും ഇതിലൊന്നും വരുന്നില്ല. ഇത് 2017 എന്ന് പറയുമ്പോൾ ഇത് ന്യൂ മോഡലായതുകൊണ്ട് തന്നെയാണ് അതിൽ പവർ വിൻഡോ വരുന്നത്. ഇത് ഓൾഡ് മോഡലായതുകൊണ്ടാണ് ഇതിൽ നമുക്ക് പവർ വിൻഡോ വരാത്തത്. ഇത് കിലോമീറ്റർ 50,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. അടുത്തത് 2013 ആൾട്ടോ 800 LXi. ഇത് റെഡ് കളറാണ് ഇതിൽ വന്നിരിക്കുന്നത്. ആൾട്ടോ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ AC പവർ സ്റ്റിയറിംഗും 2 ഡോർ പവർ വിൻഡോ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. പിന്നെ സീറ്റ് അപ്പോൾസ്റ്ററി കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 56,000 കിലോമീറ്റർ 2 ഓണർഷിപ്പാണ് ഇതിൽ വന്നിരിക്കുന്നത്. അടുത്തത് 2010 മോഡൽ ആൾട്ടോ 800. ആൾട്ടോ ആണ് ഇതിൽ 62,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിലും 2 ഓണർഷിപ്പാണ് ഇതിൽ വന്നിരിക്കുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം 2010 ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ടെന്നല്ലാതെ വേറൊന്നും പറയാനൊന്നുമില്ല അതിൽ. അടുത്തത് ഡിസയർ VDI ഡീസൽ മോഡലാണ്. 2014 ഡീസൽ മോഡലാണ് ഓടിയിരിക്കുന്നത്. 89,000 കിലോമീറ്ററാണ് ഇത് ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിലെ ഓപ്ഷൻസ് വരുന്നത് VDI എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. LXi, VSI, ZXi ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ LDI, VDI, ZDI ആണ്. VDI എന്ന് പറയുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോ, സെറ്റ്, സെൻട്രൽ ലോക്ക്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇത് കൂടാതെ ഇതിൽ അലോയ് വീല് അതിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ബാക്ക് സെൻസർ കൂടി ഇതിൽ വരുന്നത്. ഡിസൈർ VDI. ഇനി നമുക്ക് വാഗണറിലോട്ട് പോകാം. വാഗണർ എന്ന് പറയുമ്പോൾ 2017 EXi മോഡലാണ് വരുന്നത്. EXi എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഫോഗ് ലാമ്പ്, സെൻട്രൽ ലോക്ക്, വീൽ കപ്പ്, ബാക്ക് വൈപ്പർ, ബാക്ക് ഡീഫോഗർ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ 2013 ആയതുകൊണ്ട് തന്നെ വലിയ ഓട്ടമൊന്നും ഓടിയിട്ടില്ല. 34,000 കിലോമീറ്ററാണ് ഓടിക്കുന്നത്. സിംഗിൾ ഓട്ടോ വണ്ടിയാണ്. ഈ വണ്ടിക്ക് നമുക്ക് 3 വർഷം 4 വർഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. ഇതും തൊട്ടടുത്തുള്ളത് 2015 മോഡൽ വാഗണർ VXi 65,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 2015 ആണെങ്കിലും ഇത് VXi ആണ് വണ്ടി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണത്. ബ്ലൂ ഐ ബോയ് ആണ് ഈ വണ്ടിയുടെ മോഡൽ. അതുപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെറ്റ്, സെൻട്രൽ ലോക്ക്, ബാക്ക് ഡീഫോഗർ, ബാക്ക് വൈപ്പർ, ഫ്രണ്ട് ഫോഗ് ലാമ്പ് തുടങ്ങി എല്ലാ കാര്യങ്ങളും തന്നെ ഈ വാഹനത്തിലുമുണ്ട്. അടുത്ത പറയുന്നത് 2017 മോഡൽ വാഗണറാണ് ഇത് കൊടുത്തിരിക്കുന്നത്. 2017 26,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. ഇതും സെയിം പറഞ്ഞ VXi മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, വൈപ്പർ,
ഡീഫോഗർ, സെറ്റ്, സെൻട്രൽ ലോക്ക്, വീൽ കപ്പ്, ഫോഗ് ലാമ്പ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തന്നെ ഇതിലുണ്ട്. ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിനും നമുക്ക് 5 ഇയർ വരെ നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. അടുത്തത് വരുന്നത് സ്വിഫ്റ്റ് ആണത്. 2014 മോഡൽ DDS VDI മോഡലാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെറ്റ്, സെൻട്രൽ ലോക്ക്, പിന്നെ സീറ്റ് കവർ, ഈ കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ഫോഗ് ലാമ്പ് കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് ആൾട്ടോ കേട്ടൻ, പഴയ ന്യൂ മോഡലല്ല, പഴയ മോഡൽ കേട്ടനാണ്. 2010 ആണ് ഈ മോഡൽ. 40,000 കിലോമീറ്റർ ആണ് ഇത് ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിനും നമുക്ക് ഫിനാൻസ് സൗകര്യം, ഒരു 2 കൊല്ലം വരെയുള്ള ഫിനാൻസ് സൗകര്യം ഇവിടെ ലഭ്യമാണ്. ഇത് ന്യൂ മോഡൽ കേട്ടൻ, 2010 ആണ് ഇതിൻ്റെ മോഡൽ. 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിലും സിംഗിൾ ഓണർ വണ്ടിയാണ്. 2010 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് 3 വർഷം 4 വർഷം വരെ ഫിനാൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ പറയുന്ന വണ്ടി ആൾട്ടോ 800, 2016 ആണ് ഈ മോഡല്. 20,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. നമുക്ക് 2016 ആയതുകൊണ്ട് തന്നെ ഇതിന് 5 കൊല്ലം വരെയുള്ള ഫിനാൻസ് നമുക്ക് അവൈലബിൾ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെറ്റ്, സെൻട്രൽ ലോക്ക്, ഇത്രയും കാര്യങ്ങളാണ് ഈ വാഹനത്തിലുള്ളത്. ആകെ 20,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട്. അടുത്തതെന്ന് പറയുമ്പോൾ 2012 മോഡൽ ആൾട്ടോ ആണ്. ആൾട്ടോ എന്ന് പറയുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് മാത്രമാണ് ഇതിലുള്ളത്. KL 64 ഗുരുവായൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് നമുക്ക് 45,000 കിലോമീറ്റർ അത് ഓടിയിരിക്കുന്നത്. ഇതിന് നമുക്ക് 2 കൊല്ലം 3 കൊല്ലം വരെയുള്ള ഫിനാൻസ് സൗകര്യം ഇതിൽ അവൈലബിൾ ആണ്. ഇത് ആൾട്ടോ 2018 മോഡൽ വാഹനമാണ്. ഇത് 1,60,000 കിലോമീറ്ററാണ് ഇത് ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിന് 5 ഇയർ വരെയുള്ള ലോണ് അവൈലബിൾ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെറ്റ് ആണ് ഇതിലുള്ളത്. സെലേരിയോ BSC ആണത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ. 2014 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ 3 വർഷം 4 വർഷം വരെയുള്ള ഫിനാൻസ് അവൈലബിൾ. സ്വിഫ്റ്റ് ZX 2016 മോഡൽ സ്വിഫ്റ്റ് ZX ആണ് ഈ മോഡല്. 73,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. സ്വിഫ്റ്റ് ZX 2017-16 എന്ന് പറയുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെറ്റ്, സെൻട്രൽ ലോക്ക്, സെൻട്രൽ ഫോഗ് ലാമ്പ്, അലോയ് വീൽ, ഈ സേറ്റിംഗ്സ് തുടങ്ങിയ ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. KL 46 ഈ വണ്ടി കിടക്കുന്നത്. ഇതിനും നമുക്ക് 5 ഇയർ വരെയുള്ള ഫിനാൻസ് അവൈലബിൾ ആണ്. സ്വിഫ്റ്റ് VXI 2017 മോഡൽ സ്വിഫ്റ്റ് VXI ആണ് ഈ മോഡൽ. 44,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി ആയതുകൊണ്ട് തന്നെയാണ് ഇതിന് 5 ഇയർ നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. ഏകദേശം 70,000 രൂപ 80,000 രൂപ മാത്രമേ നമുക്ക് അടയ്ക്കുള്ളൂ. ബാക്കി 5 വർഷത്തേക്കുള്ള ഫിനാൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതിൽ വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെറ്റ് കമ്പനി ബിൽഡർ അല്ല, എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ സെറ്റ്, സെൻട്രൽ ലോക്ക്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. 2008 മോഡൽ ആൾട്ടോ ആണ് ഈ വാഹനം. ആൾട്ടോ LXI AC പവർ സ്റ്റിയറിംഗ് ആണ് ഇതിൽ വരുന്നത്. 2008 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാഹനത്തിന് റേറ്റ് 1,00,000 സംതിങ് ആണ് ഈ റേറ്റ് വരുന്നത്. ഇതിന് ഫിനാൻസ് അവൈലബിൾ അല്ല. കാരണം 2010 മുതലുള്ള വാഹനങ്ങൾക്കാണ് ഫിനാൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. 2008 മുതൽ വാഹനങ്ങൾ 8ന് നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. 2017 മോഡൽ വാഗണർ LXI ആണ് ഇതിലുള്ളത്. LXI എന്ന് പറയുമ്പോൾ അറിയാലോ, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, 4 ഡോർ വരുന്നില്ല, 2 ഡോർ പവർ വിൻഡോ ഉണ്ട്, സെറ്റ് വരുന്നുണ്ട്, ഫ്രണ്ടിൽ ഫോഗ് ലാമ്പ് വരില്ല. ഇത്രയും കാര്യങ്ങൾ ഇതിൽ വരുന്നുള്ളൂ. ഇതിനും നമുക്ക് 5 വർഷം വരെ ഫിനാൻസ് ചെയ്യാം. KL 8 ആ വണ്ടി വരുന്നത്. 2015 മോഡൽ വാഗണറാണ് ഇത്. സെയിം തന്നെയാണ്. LXI എന്ന് പറയുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ,
മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഇതിന് നമുക്ക് 5 ഇയർ വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാം. ഇത് പറയുന്നത് ബെലനോ ആണ് ഈ മോഡൽ. ബെലനോയുടെ ഡെൽറ്റ പറഞ്ഞ മോഡലാണ് ഇത്. ഇതിന് നമുക്ക് 5 കൊല്ലം വരെ ഫിനാൻസ് ചെയ്യാം. 2012 മോഡൽ ഇൻഡിക V2 പറഞ്ഞ മോഡലാണ് ഇത്. പെട്രോൾ വാഹനം, ഡീസൽ വാഹനമാണ് ഇത്. നമുക്ക് 90,000 രൂപയാണ് ഈ വണ്ടിക്ക് റേറ്റ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഫിനാൻസ് അവൈലബിൾ അല്ല. അടുത്ത വാഹനം എന്ന് പറയുന്നത് 2017 മോഡൽ വാഗണർ AMT പറഞ്ഞ മോഡലാണ്. AMT എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഓട്ടോ ഗിയർ ടെക്നോളജിയാണ്. ഇത് ഗിയറില്ല, ക്ലച്ചില്ല, ആക്സിലേറ്ററും ബ്രേക്കും മാത്രമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഈ വാഹനം വളരെ ഭംഗിയായിട്ട് ഓടിക്കാൻ സാധിക്കുന്നതായിരുന്നു. ഇതിന് ഓപ്ഷൻസ് പറയുന്നത് പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെറ്റ്, സെൻട്രൽ ലോക്ക്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒന്നുമില്ല, ബാക്കിയുള്ള എല്ലാ വാഹനങ്ങളിലും കാണുന്ന പോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെറ്റ്, സെൻട്രൽ ലോക്ക്, എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓട്ടോ ഗിയർ ഷിഫ്റ്റ് ടെക്നോളജി എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൽ ക്ലച്ച് ഇല്ല. നമുക്ക് സാധാരണ ഇതിൽ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ ഇത്രയും കാര്യങ്ങളെ മറ്റുള്ള സാധാ വാഹനങ്ങളിൽ വരാറുള്ളൂ. ഈ വണ്ടിയിൽ ബ്രേക്കും ആക്സിലേറ്ററും മാത്രമേ ഉള്ളൂ. ബാക്കി ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് റിവേഴ്സ്, ന്യൂട്രൽ, D പറഞ്ഞ ഡ്രൈവ് മോഡാണ്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ വരുന്നുള്ളൂ. പിന്നെ ഇത് മാനുവൽ ആയിട്ടും നമുക്ക് ഓടിക്കാൻ പറ്റും. ജസ്റ്റ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ 1, 2, 3, 4 ഇത്രയും കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുള്ളൂ. നേരെ മേലേക്ക് വണ്ടി മൈനസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഗിയർ ഡൗൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മേലേക്ക് കൊടുത്താൽ മതി. നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വാഹനങ്ങളെ പറ്റി പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മുടെ ഇത്രയും വാഹനങ്ങൾ നമ്മൾ നിങ്ങൾക്കായി കാണിച്ചു തന്നിരുന്നു. ഇതിൻ്റെ എല്ലാം റേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ